ഹലോ, നിങ്ങളിന്ന് കാണാൻ പോകുന്ന വീഡിയോയിൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള സാരി ഡ്രിപ്പിംഗ് സ്റ്റൈൽസാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ സാരി ഡ്രിപ്പിംഗ് സ്റ്റൈൽസ് ചെയ്യുന്നത് സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ലേഡീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നമുക്ക് സാരി കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സാരി. പിങ്ക് സാരിയിൽ ഗോൾഡ് കളർ ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിൽക്ക് സാരിയാണ്. സാരിയുടെ അറ്റം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെരുപ്പിട്ടിട്ടാണ് ഞാൻ ഈ സാരി ഉടുക്കുന്നത്. സാരിയുടെ എൻഡ് ഭാഗത്ത് ഇതുപോലെ സാരി പൗഡർ റൈറ്റ് ഭാഗത്ത് ടക്ക് ചെയ്യുമ്പോൾ ഹൈറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ലെങ്ത്ത്, താഴോട്ടുള്ള ലെങ്ത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ടക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ ഒന്ന് സാരി ആദ്യം ടക്ക് ചെയ്ത ഭാഗം വരെ നമ്മളൊന്ന് ടക്ക് ചെയ്ത് നിർത്തുകയാണ്. അത് ടക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒതുക്കി തന്നെ ടക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ തന്നെ ഒന്ന് ചുറ്റാറാണ് പതിവ്. ഇപ്പോൾ നമ്മൾ സാരി ചുറ്റിട്ട് തന്നെ കാരണം കുറച്ച് ടോളായിട്ട്, അതായത് കുറച്ച് ഹൈറ്റായിട്ട് തോന്നുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി മുന്താണി ഭാഗം എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാരി ഇതുപോലെ ഒന്ന് ചുറ്റുക. ഇനി ഈ ഭാഗം ഇതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ടൊന്ന് കുത്തി വയ്ക്കുക. മുന്താണി എടുക്കുന്നത് ഈ ഒരു ബോർഡർ ഇച്ചിരി വീതി ആയതുകൊണ്ട് തന്നെ ഈ ബോർഡറിൻ്റെ വീതി അനുസരിച്ചിട്ടാണ് മുന്താണി പ്ലീറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ സാരിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്ലീറ്റ്സ് കിട്ടും. ഒരു ഭാഗത്ത് വീതി കൂടുതലും ഒരു ഭാഗത്ത് വീതി കുറഞ്ഞിട്ടുള്ള ബോർഡറാണ് ഇതിൽ വന്നേക്കുന്നത്. ഇനി ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് മുന്താണിക്ക് നോക്കിയിട്ട് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ടിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്ന മുന്താണി പ്ലീറ്റ്സ് ഇതുപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഈ ഒരു ബോർഡർ, അതായത് ഇതിൻ്റെ ചെറിയ ബോർഡർ ഇതുപോലെ വലിച്ച് ലെഫ്റ്റ് ഹിപ്പിൻ്റെ ഏരിയയിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക. പല രീതിയിൽ ഹിപ്പ് പ്ലീറ്റ്സ് എടുക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹിപ്പിൽ വന്നേക്കുന്ന ഈ ഒരു ഏരിയ, അതായത് ഈ ബോർഡറിൻ്റെ ഭാഗം പിന്ന് കുത്തുന്നത് താഴേന്ന് മേളിലോട്ട് വരുന്ന രീതിയിലാണ്. ഇങ്ങനെ ആകുമ്പോൾ ഈ ബോർഡർ മടങ്ങി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ പിൻ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ഏകദേശം ഒരു മിഡിലായിട്ടാണ് നമ്മൾ അതിൻ്റെ പിന്ന് കുത്തി കൊടുത്തേക്കുന്നത്. ഇനി ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കുകയാണ് സാരിയുടെ. അപ്പോൾ ഒരു മീഡിയം സൈസ് പ്ലീറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. സാരിക്ക് നല്ല നീളമുണ്ട്. ബ്ലൗസ് സെപ്പറേറ്റ് ആണ്. ഇതിന് സാരിക്ക് ബ്ലൗസൊന്നും ഉണ്ടായിരുന്നില്ല, വിത്ത് ബ്ലൗസ് അല്ലായിരുന്നു സാരിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീളമുണ്ട് സാരിക്ക്. കുറേ പ്ലീറ്റ്സ് നമുക്ക് കിട്ടും. ഇനി ഇതിന് ശേഷം നമ്മൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ മാക്സിമം കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ പ്ലീറ്റ്സ് എടുത്തേക്കുന്നത്. എക്സ്ട്രാ പ്ലീറ്റ്സ് ഒന്നും വിടാനില്ല. ഇനി ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് നമ്മൾ സാരി പാവാടയിലോട്ട് ഒതുക്കി ടക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ടക്ക് ചെയ്യുമ്പോൾ നമ്മളെടുത്തേക്കുന്ന ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ബോർഡർ മാറിപ്പോകാതിരിക്കുന്നത് നോക്കുക. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. എടുത്തിരിക്കുന്ന ഫ്രണ്ട് പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ലെഫ്റ്റ് ബോർഡർ ഇതുപോലെ മേളിലോട്ടൊന്ന് വലിച്ച് താഴോട്ട് മടങ്ങാത്ത രീതിയിൽ വെച്ചിട്ട് പ്ലീറ്റ്സും ഈ ബോർഡറും കൂടി വരുന്ന രീതിയിലാക്കിയിട്ട് താഴെ നിന്ന് മേളിലോട്ട് വരുന്ന രീതിയിൽ പിന്നെ കുത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ബോർഡർ മടങ്ങാതിരിക്കും, ഭംഗിയായിട്ട് ആ ബോർഡർ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റൈൽ 1 എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടോളൂ, നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ഒരു ഹിപ്പ് ചെയിൻ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഹൈറ്റ് ഇല്ലാത്തവർക്ക് നല്ല ബെസ്റ്റ് ട്രിക്കാണിത്. ഇനി നമുക്ക് സ്റ്റൈൽ 2 പോകാം. അപ്പോൾ ഇത് ഒരു ലെഹങ്ക ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാരിയുടെ എൻഡ് ഭാഗം തുടങ്ങി ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് മടക്കി സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ടക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സാരി പാവാട കുറച്ച് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് പ്ലീറ്റ്സ് എടുത്ത് ബാക്കിലോട്ട് ഇതുപോലെ കറക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. അതല്ലെങ്കിൽ ബാക്കിൽ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് സാരി പാവാടയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺകൺ സ്കേർട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ച് അതായത് നമ്മൾ പഫി ആയിട്ടുള്ള സ്കേർട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പ്ലീറ്റ്സ് എടുക്കാം. എടുത്തതിന് ശേഷം ലാസ്റ്റ് വരുന്നത് പല്ലുവിൻ്റെ പോർഷനാണ്, അതായത് മുന്താണി പോർഷനാണ്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ബാക്കിലോട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുന്താണിയുടെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് മുന്താണി കിട്ടില്ല, കാരണം നമ്മൾ മാക്സിമം സ്കേർട്ടിന് ഉപയോഗിച്ചേക്കാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇതുപോലെ കോണിച്ച ഷേപ്പിൽ, ഇത് കോണിച്ച ഷേപ്പിൽ എടുത്തിട്ട് ഇത് ലെഫ്റ്റ് ഷോൾഡറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റൈലിന് നമുക്ക് ഹൈലൈറ്റ് വരുന്ന ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ആണ്, അതായത് മുന്താണി പ്ലീറ്റ്സ് ഇങ്ങനെ ഒരു സിഗ്സാഗ് മോഡലിൽ വരുന്നതാണ് ഈ ഒരു സ്റ്റൈലിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് മുന്താണി പ്ലീറ്റ്സ് ബാക്കിലോട്ട് ചെറുതാണ് വന്നിരിക്കുന്നത്. നമുക്കതിനൊരു കാര്യം ചെയ്യാം, ഒരു ഹിപ്പ് ചെയിൻ ഉപയോഗിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഫ്രണ്ടിലെ ഈ ഭാഗങ്ങൾ, അതായത് എടുത്തേക്കുന്ന പ്ലീറ്റ്സ് സിഗ്സാഗ് രീതിയിൽ വരുന്ന രീതിയിൽ ബാക്കിൽ ആ ചെറിയൊരു മുന്താണിയുടെ കൂട്ടിയിട്ട് വേണം ഹിപ്പ് ചെയിൻ
ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പ്ലീറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് കണ്ടോളൂ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റൈൽ. ഇതൊരു ലെഹങ്ക സ്റ്റൈലാണ് വന്നേക്കുന്നത്. നല്ല എളുപ്പമാണ് കൊടുക്കാനായിട്ട്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളാം. ഇനി നമുക്ക് സ്റ്റൈൽ 3 പോവാം. അത് നമ്മൾ സാധാരണ സാരി ഉടുക്കുന്ന പോലെ തന്നെ സാരിയുടെ എൻഡ് ഭാഗം സാരി പാവാടയുടെ റൈറ്റ് ഭാഗത്തായി ടക്ക് ചെയ്തിട്ട് ഒന്ന് കറങ്ങി ആദ്യം ടക്ക് ചെയ്ത ഭാഗം വരെ ടക്ക് ചെയ്തിട്ട് നിർത്തുകയാണ് ചെയ്യുക. ഇനി മുന്താണി പ്ലീറ്റ്സ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് സാരി ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് മുന്താണി ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് പ്ലീറ്റ്സ് എടുക്കാം. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത് ബോർഡർ അനുസരിച്ചിട്ട് തന്നെയാണ്. ഇനി പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം 1 by 1 ആയിട്ട് എല്ലാ പ്ലീറ്റ്സും കൂടി അറേഞ്ച് ചെയ്ത് ഒതുക്കി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് കാഷ്വലായിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ പ്ലീറ്റ്സ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഹിപ്പ് പ്ലീറ്റ്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹിപ്പിൽ നമ്മൾ ആദ്യത്തെ സാരി ട്രിപ്പിൽ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ കൊണ്ടുവന്ന് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബോർഡർ ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് മേലോട്ട് വരുന്ന രീതിയിൽ തന്നെ സേഫ്റ്റി പിന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ സാധാരണ നോർമൽ സാരി ഡ്രേപ്പിങ്ങിൽ തന്നെ കാണിക്കുന്നത്. സാരി എടുക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റൈലിൽ, ഈ ഒരു മൂന്നാമത്തെ സാരി സ്റ്റൈലിൽ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ കാണിച്ചു തരുന്നത്, സാധാരണ കൊടുക്കുന്ന പോലെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മൾ സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബോർഡറും ഈ പ്ലീറ്റ്സും കൂടി കൂട്ടിയിട്ട് മടങ്ങാത്ത രീതിയിൽ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് തന്നെ താഴേന്ന് തന്നെ മേലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാനാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ മുന്താണി നമ്മൾ റിമൂവ് ചെയ്തിട്ട് ബാക്കിൽ കൂടെ ഫ്രണ്ടിലോട്ട് റൈറ്റ് ഹിപ്പിൻ്റെ ഏരിയയിലോട്ട് കൊണ്ടുവരിക. ഇതിൽ കൊണ്ടുവന്നിട്ട് ഒരു വി ഷേപ്പ് എന്നുള്ള രീതിയിലാണ് നമുക്ക് വരുന്നത്. എന്നിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് പ്ലീറ്റ്സ് തന്നെ മുകളിൽ വരുന്ന രീതിയിൽ താഴെ നിന്ന് മുകളിലോട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പ്ലീറ്റ്സ് ഇതുപോലെ തന്നെ ആയിരിക്കും. ഇനി ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ റൈറ്റ് ഭാഗത്ത് ഇതുപോലെ ആയിരിക്കും, ബാക്കിൽ ഇതുപോലെ ബോർഡർ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ഫ്രണ്ടിൽ ഇതുപോലെ ഒരു പിൻ വെച്ചിട്ട്, അതായത് ബോർഡർ മാറ്റിയിട്ട് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് ഒന്നും ഡിസ്റ്റർബ് ആവാതെ ഭംഗിയായിട്ട് നിൽക്കും. അങ്ങനെ അതുകൊണ്ടാണ് നമ്മളൊരു പിൻ അവിടെ കുത്തി കൊടുത്തേക്കുന്നത്. ഇനി രണ്ട് ഭാഗത്തും, അതായത് ലെഫ്റ്റും റൈറ്റും ഇതുപോലെ ഈ ബോർഡേഴ്സ് ഇതുപോലെ ഒന്ന് മുകളിലോട്ടാക്കിയിട്ട് ഒരു വി ഷേപ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി ഡ്രേപ്പിംഗ് സ്റ്റൈൽ മൂന്നാമത്തത്. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മളിതിന് പൊതുവേ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബ്ലൗസസൊക്കെയാണ് ഉപയോഗിക്കുക. ഇനി ഇറക്കം കുറഞ്ഞ ബ്ലൗസസ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ബ്ലൗസാണ് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഒരു ഹിപ്പ് ചെയിൻ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ലെഫ്റ്റ് റൈറ്റ് നല്ല ഭംഗിയായിട്ട് നല്ല ഷേപ്പിൽ വി ഷേപ്പിലാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. ലെഫ്റ്റ് റൈറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സാരി ഡ്രേപ്പിംഗ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ 3 സാരി ഡ്രേപ്പിംഗ് സ്റ്റൈൽസാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത സാരി ഡ്രേപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.